മനുഷ്യൻ സസ്തനികളിലെ ഉയർന്ന വർഗമായ ഡാഷ് എന്ന ഗണത്തിൽപ്പെട്ടവയാണ്. പ്രൈമേറ്റുകൾ. സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണം. ചൂഷണമാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത. ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ മസീനി. മസീനിയാണ് ഇറ്റലിയുടെ ഏകീകരണത്തിന് ശ്രമിച്ച ചിന്തകൻ. 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ്. പാരീസിലാണ് 1889 രണ്ടാം ഇന്റർനാഷണൽ നടന്നത്. അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യ. റഷ്യയാണ് അഖില സ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ. 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? 1945 സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റ്. 1922 കിഴക്കൻ അയർലൻഡിലെ 26 പ്രവിശ്യകൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച സ്റ്റേറ്റാണ് ഐറിഷ് ഫ്രീ സ്റ്റേറ്റ്. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാതരൂപം. ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിൻ്റെ ജർമ്മനിയിലെ കിരാതരൂപം നാസിസം. നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? നാസി പാർട്ടി എന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതിൻ്റെ ചുരുക്കെഴുത്താണ്? നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മംഗോളിയ. ഏതു സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? ഏതു സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത്? യാട്ട സമ്മേളനം. ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘം ഏത്? ജനകീയ വിമോചന സേന. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം. ചൈന ജനകീയ റിപ്പബ്ലിക്കായ വർഷം 1949. ജീവന്റെ പുസ്തകം രചിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രകാരൻ ആരാണ്? ഗലീലിയോ ഗലീലി. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആര്? ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആര്? പിക്കാസോ.